എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങള്? കമ്പനി ബോർഡ് LGSന്റെയും അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയൊക്കെ പ്രിപ്പറേഷൻ എവിടെയും വരെ ആയി. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ എക്സാമിനേഷൻ വരികയാണ് അല്ലേ? സിലബസ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നവംബർ 28 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. 12 സർവകലാശാലകളിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് 2 ഘട്ടം എക്സാമിനേഷനാണ്. അന്ന് തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷനും ഉണ്ടാവും. അതിന് 2 ഘട്ട എക്സാമിനേഷനാണ് നടത്തുന്നത്. 2026 എക്സാമിനേഷൻ കലണ്ടറിൽ അതിന്റെ തീയതികളൊക്കെ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മൾ എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ശിലകളെ കുറിച്ചാണ്, ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ശിലകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശിലകൾ. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ശിലകളെ എത്രയായി തരംതിരിക്കട്ടെ? നമുക്കറിയാം, ശിലകളെ പ്രധാനമായിട്ട് 3ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിങ്ങനെ പ്രധാനമായിട്ട് 3ആയിട്ടാണ് ശിലകളെ തരംതിരിക്കുന്നത്. ആഗ്നേയ ശിലകള്, അവസാദ ശിലകള്, കായാന്തരിത ശിലകൾ. നമുക്കതിനകത്തെ ആദ്യത്തെ, അതായത് ആഗ്നേയ ശിലകള്, ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. അപ്പോ മാഗ്മ, അപ്പൊ ഈ ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറയുന്നതിലൂടെ രൂപം കൊള്ളുന്നതാണ് ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറയുന്നതിലൂടെ രൂപം കൊള്ളുന്നതാണ്. ഈ ആഗ്നേയ ശിലകളെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഇൻട്രൂസീവ് റോക്സും രണ്ടാമത്തത് എക്സ്ട്രൂസീവ് റോക്സും. ആന്തരാഗ്നേയ ശിലകളും ബാഹ്യാഗ്നേയ ശിലകൾ എന്ന് ഇഗ്നിയസ് റോക്സിനെ, ആഗ്നേയ ശിലകളെ 2ആയിട്ട് തരംതിരിക്കാം. എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് ആൻഡ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. അതിൽ എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ബാഹ്യാഗ്നേയ ശിലകൾ അഥവാ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയാണിത് രൂപം കൊള്ളുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന ലാവ എന്ത് ചെയ്യുന്നത്? തണുത്തുറഞ്ഞ് ഉണ്ടാകുന്നതാണ് ഏത് ബാഹ്യാഗ്നേയ ശിലകൾ അഥവാ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകതകളൊന്ന് അറിഞ്ഞിരിക്കണം. എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് അഥവാ ബാഹ്യാഗ്നേയ ശിലകളുടെ പ്രത്യേകതകൾ. മിനറൽ ക്രിസ്റ്റൽസ് വലിപ്പത്തില്, ഇവയുടെ ധാതുപരലുകൾ വലിപ്പത്തിൽ ചെറുതും, മിനറൽ ക്രിസ്റ്റൽസ് വലിപ്പത്തിൽ ചെറുതും, ഉപരിതലം പരുപരുത്തതുമായിരിക്കും. അപ്പോൾ ഈ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിന്റെ പരലുകൾ, ധാതുപരലുകൾ എന്ന് പറയുന്നത് വലിപ്പത്തിൽ ചെറുതായിരിക്കും, പക്ഷെ ഉപരിതലം പരുപരുത്തതായിരിക്കും. കാരണം എന്തായിരിക്കും? ഇവ പെട്ടെന്ന് തണുത്തുറയുന്നതാണ് അല്ലെ? ഭൂമിയുടെ ഉപരിതലത്തെത്തുന്ന ലാവ പെട്ടെന്ന് തണുത്തുറയുന്നുണ്ട്. അങ്ങനെ രൂപം കൊള്ളുന്നതാണ് ബാഹ്യാഗ്നേയ ശിലകൾ അഥവാ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ ഇവ പെട്ടെന്ന് തണുത്തുറയുന്നത് കൊണ്ട് ഇവയുടെ ഉപരിതലം പരുപരുത്തതും അതുപോലെ തന്നെ വലിപ്പത്തിൽ ഇവ ചെറുതുമായിരിക്കും. ഏതിന്റെ പരലുകളാണ്? ബാഹ്യാഗ്നേയ ശിലകളുടെ, എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിന്റെ. ഇനി നമ്മൾ ഈ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എടുത്തു കഴിഞ്ഞാലോ, ആന്തരാഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകളെ 2ആയി തരംതിരിക്കാന്ന് പറഞ്ഞു. എക്സ്ട്രൂസീവും ഇൻട്രൂസീവും, ബാഹ്യവും ആന്തരാഗ്നേയ ശിലകൾ. ഓക്കെ, അതായത് ഇൻട്രൂസീവ്, നമുക്ക് എക്സ്ട്രൂസീവ് അറിയാം, അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ. ഓക്കെ, എന്നാൽ ഇൻട്രൂസീവ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആഴത്തിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആഴത്തിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. അതായത് എന്ത് പറയുന്നത്? ആന്തരാഗ്നേയ ശിലകൾ. ഇവയുടെ പ്രത്യേകത, ഈ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് സാവധാനത്തിലാണ് തണുത്തുറയുന്നത്. കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ആഴത്തിലാണ് മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇവ സാവധാനം തണുത്തുറയും.
അതുപോലെ ഈ സാവധാനം തണുത്തുറയുമ്പോൾ ഇവയുടെ ക്രിസ്റ്റൽസിന്, മിനറൽ ക്രിസ്റ്റൽസിന്, ധാതു പരലുകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്നതാണ്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതിന് ഉദാഹരണം നിങ്ങൾക്ക് അറിയാമോ? ആന്തരാഗ്നേയ ശിലകൾക്ക് ഉദാഹരണം, ആന്തരാഗ്നേയ ശിലകൾക്ക് ഉദാഹരണം അറിയോടെ? ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. ആന്തരാഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഒന്ന് പറയാമോടെ? നിങ്ങൾക്കറിയാം, ഗ്രാനൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഗാബ്രോ. ഏതൊക്കെയാണ്? ഗ്രാനൈറ്റും ഗാബ്രോയും ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് ആണ് ആന്തരാഗ്നേയ ശിലകൾ. അല്ലെങ്കിൽ ആഗ്നേയ ശിലകളിൽ കോമൺ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതണം? ഗ്രാനൈറ്റ് എഴുതണം. എന്നാൽ ആന്തരാഗ്നേയ ശിലകളിനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനൈറ്റും എഴുതണം. അതേപോലെ തന്നെ ഗാബ്രോയൊക്കെ വരും. ആഗ്നേയ ശിലകളിൽ നമുക്കറിയാം ബസാൾട്ടൊക്കെ രൂപം കൊള്ളുന്നത് ആഗ്നേയ ശിലകളിലാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന പ്രത്യേകതകൾ? നമ്മളിപ്പോൾ ഈ ആഗ്നേയ ശിലകളുടെ വർഗീകരണം പഠിച്ചു. ഒന്നാമത്തത് ബാഹ്യ ആഗ്നേയ ശിലകളും രണ്ടാമത്തത് ആന്തരാഗ്നേയ ശിലകളുമാണെന്ന്. ഭൂമിയുടെ പുറം പാളിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകളാണ് ഇവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മദർ റോക്സ് അഥവാ മാതൃശില എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം മറ്റു ശിലകളുണ്ട്, നമുക്കറിയാം അവസാദ ശിലകളും അതുപോലെ തന്നെ കായാന്തരിത ശിലകളും അല്ലെങ്കിൽ രൂപാന്തര ശിലകളുമൊക്കെ ഈ മാതൃശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. മദർ റോക്സ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്, അതുകൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭൂമിയുടെ പുറംപാളിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് ആണ്. ഓക്കെ അല്ലേ? ഇഗ്നിയസ് റോക്സ് ആണ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ നമുക്കറിയാം ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ്. അതിനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെ എന്ത് പറയുമടി? ആഗ്നേയ ശിലകൾ. ഉദാഹരണമാണ് എന്താണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയൊക്കെ. ഇത് എക്സാമിന് സ്ഥിരം സാന്നിധ്യമാണ്. ഇത് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പോയാൽ മതിയാവും. ഇനി നമുക്ക് എന്താണ് അവസാദ ശിലകൾ, അതുപോലെ തന്നെ കായാന്തരിത ശിലകളൊക്കെ എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ സെഡിമെന്ററി റോക്സ്, ഇഗ്നിയസ് റോക്സ് പഠിച്ചു. അടുത്ത സെഡിമെന്ററി അതിൽ നിന്ന് തന്നെ അറിയാം അവസാദം അല്ലെ? സെഡിമെന്ററി റോക്സ് അപവർത്തനം അതല്ലെങ്കിൽ അപരദനം തുടങ്ങിയ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യും? അടിഞ്ഞുകൂടി ഉറച്ച ശിലകളായി മാറും. ഇവയാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നതിന്റെ അവസാദ ശിലകൾ. അപവർത്തനം അതല്ലെങ്കിൽ അപരദനം തുടങ്ങിയ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂട്ടി ഉറച്ച ശിലകളായി മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഇവയിൽ സാധാരണയായിട്ട് ധാതുക്കൾ, കളിമണ്ണ്, ക്വാർട്സ് തുടങ്ങിയവയൊക്കെ അവസാദ ശിലകളിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? ധാതുക്കള്, കളിമണ്ണ്, ക്വാർട്സ്. അതുകൂടാതെ ഫോസിലുകളും എവിടെ ഉണ്ടാകാം? അവസാദ ശിലകളിൽ ഉണ്ടാകാം. അപ്പോൾ ഈ അവസാദ ശിലകൾക്ക് ഉദാഹരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. സെഡിമെന്ററി റോക്സ്, ചുണ്ണാമ്പ് കല്ല്, അതുപോലെ ചെളിക്കല്ല്, ഷെയില്, ഇവയൊക്കെ എന്താണ്? മണൽക്കല്ല്, ഇവയൊക്കെ എന്താണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലവും മറ്റ് പ്രക്രിയയിലൂടെയും ഉണ്ടാകുന്ന ശിലകൾ കാലക്രമേണ അപക്ഷയം, അതായത് വെതറിംഗ് വഴി ചെറുകണികകളായിട്ട് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവസാദ ശിലകളുടെ രൂപീകരണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്ന. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലവും മറ്റ് പ്രക്രിയകളിലൂടെയും ഉണ്ടാകുന്ന ശിലകൾ കാലക്രമേണ എന്ത് ചെയ്യുന്ന? വെതറിംഗ് അഥവാ അപക്ഷയം വഴി ചെറുകണികകളായി വിഘടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രൂപീകരണം ഉണ്ടാകുന്നു. അപ്പൊ ഇവയുടെ ശേഖരണം എന്ന് പറയുന്നത്, ഈ അവസാദങ്ങൾ എവിടെയായിരിക്കും നിക്ഷേപിക്കുന്നത്? ഈ കണികകള് നദികള്, കാട്ട്, ഹിമാനിയങ്ങൾ തുടങ്ങിയവ വഴി കടലിലോ കായലിലോ പുഴത്തട്ടിലോ ഒക്കെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. കാലക്രമേണ എന്ത് ചെയ്യും? ഈ അടിഞ്ഞുകൂടിയ അവസാദങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഉറയ്ക്കും. ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് ഉറച്ച് മർദ്ദം കാരണം ദൃഢമായ അവസാദ ശിലകളായിട്ട് മാറുന്നുണ്ട്. ഇവിടെ പ്രധാന ഘടകങ്ങൾ അറിഞ്ഞിരിക്കണം. അവസാദ ശിലകളുടെ പ്രധാന ഘടകങ്ങൾ, സെഡിമെന്ററി റോക്സിന്റെ പ്രധാന ഘടകങ്ങൾ കളിമണ്ണ്, ക്വാർട്സ്, കാൽസൈറ്റ് ഒക്കെയാണ്.
അതായത് കളിമണ്ണ് എന്ന് പറയുമ്പോൾ സിലിക്കേറ്റ് ധാതുക്കളുടെ അപക്ഷയത്തിൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? കളിമണ്ണ് ഉണ്ടാകുന്നത്. സിലിക്കേറ്റ് ധാതുക്കളുടെ അപക്ഷയപരമായിട്ടാണ്, വെതറിംഗ് ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? കളിമണ്ണ് ഉണ്ടാകുന്നത്. കോഡ്സോ സിലിക്കയുടെ രൂപമാണ് കോഡ്സ് എന്നറിയാം. സിലിക്കയുടെ രൂപമാണ് കോഡ്സ് എന്നറിയാം. അതുപോലെ തന്നെ കാൽസൈറ്റ്, ചുണ്ണാമ്പ് കല്ലിലെ പ്രധാന ഘടകമാണ് കാൽസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാദ ശിലകൾക്ക്, സെഡിമെന്ററി റോക്സിന് ഉദാഹരണമാണ് കളിമണ്ണ്, ചുണ്ണാമ്പ് കല്ല്, ചെളിക്കല്ല്, മണൽക്കല്ല്, ഷെയില് തുടങ്ങിയവയൊക്കെ ഏതിന് ഉദാഹരണമാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ, അങ്ങനെയാണല്ലോ അവസാദവും കായാന്തരിതവും ഒക്കെ രൂപം കൊള്ളുന്നത് നമ്മൾ പഠിച്ചു. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകളെ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞോ പ്രാഥമിക ശിലകൾ എന്നാണ്. മദർ റോക്സ് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു. മദർ റോക്സ് എന്നാണ്, പ്രാഥമിക ശിലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷയിച്ചു പൊടിയുകയും പാളികളായി നിക്ഷേപിക്കപ്പെടുകയും ഉറച്ചു രൂപപ്പെടുന്ന ശിലകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാദ ശിലകളാണ്. ഉദാഹരണമാണ് നമ്മൾ പഠിച്ചു ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ല് തുടങ്ങിയവയൊക്കെ. ഇനി പാളികളായിട്ട് രൂപപ്പെടുന്ന അവസാദ ശിലകളുണ്ട്. ഇവയെ അടുക്കുശിലകൾ എന്നാണ് അറിയപ്പെടുന്നത്. പാളികളായി രൂപാന്തരം പ്രാപിക്കുന്ന ശിലകളെ എന്ത് പേരിൽ അറിയപ്പെടുവിടെ? അടുക്ക് ശിലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നമുക്ക് കായാന്തരിത ശിലകൾ എന്താണെന്ന് അറിയണം. എന്താണ് കായാന്തരിത ശിലകൾ? മെറ്റാമോർഫിക് റോക്സ് എന്നാണ് പറയുന്നത്. എന്താണ് മെറ്റാമോർഫിക് റോക്സ്? ഈ മെറ്റാമോർഫിക് റോക്സ് ഉയർന്ന താപനില, മർദ്ദം എന്നിവ കാരണം രൂപഭേദം സംഭവിച്ച ആഗ്നേയ ശിലകളും അവസാദ ശിലകളുമാണ്. രൂപഭേദം സംഭവിച്ച ഉയർന്ന താപനില മൂലവും മർദ്ദം മൂലവും ശിലകൾക്ക് രൂപഭേദം സംഭവിക്കും. ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും, ഇഗ്നിയസ് റോക്സിനും സെഡിമെന്ററി റോക്സിനും ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കാരണം, ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കാരണം രൂപഭേദം സംഭവിക്കുകയും അത് മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് മാറും, കായാന്തരിത ശിലകളായിട്ട് മാറും. ഇവയുടെ പ്രധാന സവിശേഷതകൾ, ഒന്ന് എന്തായിരിക്കും ഇവയുടെ പ്രധാന സവിശേഷതകൾ? ധാതുക്കളുടെ ക്രമീകരണത്തിലുള്ള പാളികളും ഉയർന്ന മർദ്ദത്തിൽ രൂപപ്പെടുന്ന പ്രത്യേക ഘടനയുമാണ് മെറ്റാമോർഫിക് അഥവാ കായാന്തരിത ശിലകളുടെ പ്രത്യേകത. ഗ്നൈസ്, മാർബിൾ, കോഡ്സൈറ്റ്, ഏതൊക്കെയാണ്? ഗ്നൈസ്, മാർബിള്, കോഡ്സൈറ്റ് ഒക്കെ ഏതിന് ഉദാഹരണമാണ്? നമ്മൾ സ്ലേറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, ആ സ്ലേറ്റും കായാന്തരിത ശിലകൾക്ക്, മെറ്റാമോർഫിക് റോക്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ പ്രധാന സവിശേഷതകൾ ഒന്നുകൂടി നമ്മൾ അറിയണം. ഉയർന്ന താപനിലയും മർദ്ദവുമായിരിക്കും ഏതിനിടെ? മെറ്റാമോർഫിക് റോക്സിന്, കായാന്തരിത ശിലകൾക്ക്. ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ കൂട്ടിയിടി പോലുള്ള പ്രക്രിയകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലമോ ആണ് ഏത് രൂപം കൊള്ളുന്നത്? മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉയർന്ന താപനിലയും ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ കൂട്ടിയിടി പോലെയുള്ള പ്രക്രിയയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലമൊക്കെയാണ് ഏത് രൂപം കൊള്ളുന്നത്? മെറ്റാമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. ഉയർന്ന മർദ്ദത്തിൽ ധാതുക്കൾ എന്ത് ചെയ്യാറുണ്ട്? ഈ മെറ്റാമോർഫിക് റോക്സിൽ ഒരേ ദിശയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടാണ് ഈ മെറ്റാമോർഫിക് റോക്സിന്റെ പാളികൾ രൂപപ്പെടുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ശിലകളെ പാളികളായി, മെറ്റാമോർഫിക് റോക്സിനെ പാളികളായി വേർതിരിക്കാനായിട്ട് സഹായിക്കുന്നു. ഉദാഹരണമാണ് ഷിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മൈക്ക ഷീറ്റ്സ് എന്നൊക്കെ പറയത്തില്ല, മൈക്ക ഷീറ്റ്സ് അല്ല ബ്ലൂ ഷീറ്റ്സ്. നീളമേറിയ പരലുകൾ ഒരേ ദിശയിൽ ക്രമീകരിച്ചിരിക്കുന്ന ശിലകളാണ് ഷിസ്റ്റ് എന്ന് പറയുന്നത്. നീളമേറിയ പരലുകൾ ഒരേ ദിശയിൽ ക്രമീകരിക്കുന്ന ശിലകൾക്ക് ഏത് പേര് പറയുടെ? ഷിസ്റ്റ്. അഫ്രഷിസ്റ്റ്, അതായത് മൈക്ക ഷിസ്റ്റും ബ്ലൂ ഷിസ്റ്റും ഒക്കെ ഏതിന് ഉദാഹരണമാണ്? കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ ഗ്നൈസ്, ഇരുണ്ടതും നിറം മങ്ങിയതുമായ ധാതുക്കൾ ഒന്നിന്റെ മുകളിൽ ഒന്നായി ക്രമീകരിക്കുന്നതായിട്ട്, അതായത് പാളികളായിട്ട് ക്രമീകരിക്കാം. ഇതിനെ ഗ്നൈസ് എന്നാണ് പറയുന്നത്. മാർബിൾ നിങ്ങളറിയാം, ശില്പ നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നത്. അതേപോലെ കോഡ്സൈറ്റ്, കെട്ടിട നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ടൈലുകള് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് അല്ലെ. മാർബിള്, സ്ലേറ്റ്
ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരവുമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ശിലകളാണ് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായാന്തരിത ശിലകളാണ്. ഉദാഹരണം മാർബിളും സ്ലേറ്റുമാണ്. എക്സാമിന് ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ മെറ്റാമോർഫിക് റോക്സ് ആണ്, കായാന്തരിത ശിലകളാണ്, അറിഞ്ഞിരിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ. അതേപോലെ പാളികളായി രൂപപ്പെടുന്ന അവസാദ ശിലകളാണ്. പാളികളായി രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്നത് അടുക്കുശിലകൾ എന്നാണ്. പാളികളായി രൂപപ്പെടുന്ന അവസാദ ശിലകളെ അറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാര്, നമ്മൾ ശിലകളെ കുറിച്ചാണ് പഠിച്ചത്. ചെറിയൊരു ക്ലാസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശിലകളുമായി ബന്ധപ്പെട്ട് 3 ടൈപ്പ് ഓഫ് ശിലകളെ കുറിച്ചും അല്ലേ, അവയുടെ പ്രത്യേകതകളെ കുറിച്ചും അവയ്ക്ക് ഉദാഹരണങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോർഫിക് റോക്സ് ആണെന്ന് അറിയാം. എക്സാമിന് ഇതിൽ നിന്ന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവെക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടും. അതുവരെ ബൈ.